നമസ്കാരം. നമ്മള് കഴിഞ്ഞ ദിവസം ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ ഹൈഡ്രജന്റെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കുറേയധികം ക്ലാസ്സുകൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻ, ഓർഗാനിക് കെമിസ്ട്രി, നോമൻക്ലേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കാണുക. പിന്നെ നമ്മുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കാണോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അതുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേര് ഹൈഡ്രൈഡ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ ഒരു സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവാം. ഹൈഡ്രൈഡ് എന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈനറി കോമ്പൗണ്ട്സ് വിത്ത് ഹൈഡ്രജൻ. ബൈനറി കോമ്പൗണ്ട്സ് വിത്ത് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രജനുമായി ഉണ്ടാക്കുന്ന ബൈനറി കോമ്പൗണ്ടുകൾ. ബൈനറി എന്ന് വെച്ചാൽ രണ്ടെന്നാണ്. രണ്ടാൾക്കാർ, ഒരു കോമ്പൗണ്ടിൽ രണ്ടാൾക്കാർ കാണും. അതിൽ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈഡ്രൈഡുകൾ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രൈഡുകൾ പ്രധാനമായിട്ടും 3 ടൈപ്പാണുള്ളത്. ഒന്ന് അയോണിക് ഹൈഡ്രൈഡ്, ഓർ സാൾട്ട് ലേക്ക് ഹൈഡ്രൈഡ്, ഓർ സലൈൻ ഹൈഡ്രൈഡ്. രണ്ടാമത്തെ കാറ്റഗറി കോവാലന്റ് ഹൈഡ്രൈഡ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്. മൂന്നാമത്തെ കാറ്റഗറി മെറ്റാലിക് ഹൈഡ്രൈഡ് ഓർ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്. ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഹൈഡ്രജനുമായി ചേർന്നുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ട്. ബൈനറി എന്ന് വെച്ചാൽ രണ്ടാൾക്കാർ കാണും. അതിൽ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. 2 എലമെന്റ് കാണും. അതിൽ ഒരു എലമെന്റ് ഹൈഡ്രജൻ ആയിരിക്കും. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രൈഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 കാറ്റഗറീസ്: അയണിക് ഹൈഡ്രൈഡ് ഓർ സാൾട്ട് ലേക്ക് ഹൈഡ്രൈഡ് ഓർ സലൈൻ ഹൈഡ്രൈഡ്, കോവാലന്റ് ഹൈഡ്രൈഡ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്, മെറ്റാലിക് ഹൈഡ്രൈഡ് ഓർ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ് ഓർ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്. ഇനി നമുക്ക് ഓരോ ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് അയണിക് ഹൈഡ്രൈഡ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അയണിക് ഹൈഡ്രൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ബ്ലോക്കിലെ മെറ്റലുകളും, എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഗ്രൂപ്പ് വരും? ഫസ്റ്റ് ഗ്രൂപ്പും വരും, സെക്കൻഡ് ഗ്രൂപ്പും വരും അല്ലെ. 1, 2 ഗ്രൂപ്പിലെ എലമെന്റുകൾ അല്ലെങ്കിൽ എസ് ബ്ലോക്കിലെ എലമെന്റുകൾ അല്ലെങ്കിൽ മെറ്റലുകൾ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളെ നമ്മൾ ആൽക്കലി മെറ്റലുകൾ എന്നും സെക്കൻഡ് ഗ്രൂപ്പ് മെറ്റലുകളെ നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ എന്നാണ് വിളിക്കുന്നത്. ആ 2 മെറ്റലുകളും ഹൈഡ്രജനുമായി ചേരുമ്പോഴുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് നമ്മൾ അയണിക് ഹൈഡ്രൈഡ് ഓർ സാൾട്ട് ലേക്ക് ഹൈഡ്രൈഡ് ഓർ സലൈൻ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലെ മെറ്റലുകൾ ഏതൊക്കെയുണ്ട്? സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. ഇതെല്ലാം ഹൈഡ്രജനുമായി ചേരുമ്പോൾ NaH സോഡിയം ഹൈഡ്രൈഡ്, KH പൊട്ടാസ്യം ഹൈഡ്രൈഡ്, റുബീഡിയം ഹൈഡ്രൈഡ് RbH. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പിലെ ഹൈഡ്രൈഡുകൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ലിഥിയം ഹൈഡ്രൈഡ് LiH. ഇതെല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിലെ ഹൈഡ്രൈഡുകളാണ്. ഇനി നമ്മള് സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെന്റുകൾ എന്ന് പറയുമ്പോൾ കാൽഷ്യം, ബെറിലിയം, സ്ട്രോൺഷ്യം ഒക്കെ വരും അല്ലെ, ബേരിയം ഒക്കെ വരും. ഇതെല്ലാം ഹൈഡ്രജനുമായി ചേരുമ്പോൾ കാൽഷ്യം ഹൈഡ്രൈഡ് CaH2, ബെറിലിയം ഹൈഡ്രൈഡ് BeH2, സ്ട്രോൺഷ്യം ഹൈഡ്രൈഡ് SrH2, ബേരിയം ഹൈഡ്രൈഡ് BH2. ഇങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ടാവും. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഹൈഡ്രജനുമായി ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾ ചേർന്ന കോമ്പൗണ്ടുകളാണ് നമ്മൾ അയണിക് ഹൈഡ്രൈഡ് ഓർ സാൾട്ട് ലേക്ക് ഹൈഡ്രൈഡ് ഓർ സലൈൻ ഹൈഡ്രൈഡ് എന്ന് വിളിക്കും.
എന്തുകൊണ്ട് ഇവയെ അയണിക് ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നു? അയണിക് ഹൈഡ്രൈഡ് എന്ന് വിളിക്കാൻ കാര്യം ഇവയിലെല്ലാം അയണിക് ബോണ്ടുകളാണുള്ളത്, അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ടുകളുമായി ഇവർ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഇപ്പൊ സോഡിയം ക്ലോറൈഡ് നിങ്ങൾക്കറിയാം, NaCl ആണ് ഇതിന്റെ ഫോർമുല. അതേപോലെയാണ് ഏതുമുള്ളത്, സോഡിയം ഹൈഡ്രൈഡും ഉള്ളത്. പൊട്ടാസ്യം ക്ലോറൈഡ് ഒരു സാൾട്ട് ആണ്, അല്ലെങ്കിൽ ഒരു അയണിക് കോമ്പൗണ്ട് കാണിക്കുന്ന കോമ്പൗണ്ട് ആണ്. അതുപോലെയാണ് എന്താ ഉള്ളത്, KH ഉള്ളത്, അല്ലേ? അപ്പൊ സാൾട്ട് പോലെ ഇരിക്കുന്ന കോമ്പൗണ്ടുകൾ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് സാൾട്ടിലേക്ക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ് എന്ന് വിളിക്കാം. അത് മാത്രമല്ല, ഈ ഹൈഡ്രൈഡുകളിലെല്ലാം അയണിക് ബോണ്ടിങ് ആണ് ഉള്ളത്. ഇലക്ട്രോണുകളെ കളഞ്ഞോ ഇലക്ട്രോണുകളെ വാങ്ങിച്ചോ ഉണ്ടാകുന്ന ബോണ്ടാണ് അയണിക് ബോണ്ടിങ്. സോഡിയം ഹൈഡ്രൈഡിലുള്ള സോഡിയവും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് അയണിക് ബോണ്ടാണ്. പൊട്ടാസ്യം ഹൈഡ്രൈഡിൽ പൊട്ടാസ്യം ഹൈഡ്രജന്റെ ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഏത് ബോണ്ടാണ്? അയണിക് ബോണ്ടിങ് ആണ്. അപ്പൊ അയണിക് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് അയണിക് ഹൈഡ്രൈഡ് എന്നും ഇനി സാൾട്ട് പോലെ ഇരിക്കുന്നതുകൊണ്ട്, സാൾട്ട് എന്ന് വെച്ചാൽ എന്താണ്, ആസിഡും ആൽക്കലിയും ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് നമ്മൾ സാൾട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ സാൾട്ട് പോലെ ഇരിക്കുന്ന കോമ്പൗണ്ടുകൾ ആയതുകൊണ്ട് സാൾട്ടിലേക്ക് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, അയണിക് എല്ലാ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെന്റുകൾ ഹൈഡ്രൈഡുകളും അയണിക് ഹൈഡ്രൈഡ് ആണെന്ന് പറഞ്ഞല്ലോ. അതായത് അയണിക് ബോണ്ടിങ് ആണ് ഇതിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ലിഥിയം ഹൈഡ്രൈഡ്, ബെർലിയം ഹൈഡ്രൈഡ്, മഗ്നീഷ്യം ഹൈഡ്രൈഡ്, ഈ 3 കോമ്പൗണ്ടുകളിൽ കോവാലന്റ് ബോണ്ടിങ് ആണ്. ഈ മൂന്ന് ഹൈഡ്രൈഡുകളിൽ മാത്രം ഏത് ബോണ്ടാണുള്ളത്? കോവാലന്റ് ബോണ്ടാണുള്ളത്. ബാക്കി എല്ലാ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് മെറ്റലുകളുടെ ഹൈഡ്രൈഡുകളും എന്ത് സ്വഭാവം കാണിക്കുന്നതാണ്? അയണിക് ക്യാരക്ടർ കാണിക്കുക, അല്ലെങ്കിൽ അയണിക് ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇവയെ എന്തെന്ന് വിളിക്കുന്നത്? അയണിക് ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണ്? ഇവയുടെ മറ്റുള്ള പ്രത്യേകതകളിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇവ എന്ന് പറയുന്നത്, അയണിക് ഹൈഡ്രൈഡുകൾ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ഫോമിലാണ് കാണപ്പെടുന്നത്. ക്രിസ്റ്റലുകൾ പോലെയാണ്, ചെറിയ ചെറിയ പഞ്ചസാര തരികൾ പോലെയാണ് ഇവരും കാണപ്പെടുന്നത്. പഞ്ചസാരയുടെ തരിയെ നമുക്ക് ക്രിസ്റ്റലൈൻ എന്ന് പറയാം. ക്രിസ്റ്റലിന്റെ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയ വസ്തുക്കളെ, കറക്റ്റ് ഒരു സോളിഡിന്റെ എല്ലാ പ്രോപ്പർട്ടികളോടും കൂടിയ വസ്തുക്കളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ക്രിസ്റ്റലൈൻ എന്ന് വിളിക്കുന്നത്. പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ക്രിസ്റ്റലൈൻ സോളിഡുകളെ പറ്റി വിശദമായി അവിടെ പഠിക്കും. ഇപ്പൊ എത്രമാത്രം ഓർക്കുക, സോളിഡിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ, എല്ലാ സോളിഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? പാർട്ടിക്കിളുകൾ ചേർന്നാണ് ഇരിക്കുന്നത്, അവയ്ക്ക് മൂവ്മെന്റിനുള്ള സാധ്യത വളരെ കുറവാണ്, അങ്ങനെ കുറേയധികം പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നുണ്ട്. വ്യക്തമായ ഒരു ഷേപ്പും വോളിയവും ഒക്കെ ഉണ്ട്. ഇതെല്ലാം സോളിഡിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ കറക്റ്റ് ഒരു സോളിഡിന്റെ രൂപമുള്ള, സോളിഡിന്റെ പ്രോപ്പർട്ടീസ് ഉള്ള ട്രൂ സോളിഡ്സ് ആയിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അയണിക് ഹൈഡ്രൈഡുകൾ അല്ലെങ്കിൽ സാൾട്ടിലേക്ക് ഹൈഡ്രൈഡുകൾ, സലൈൻ ഹൈഡ്രൈഡുകൾ എല്ലാം എന്ത് സ്വഭാവം കാണിക്കുന്നതായിരിക്കും? ക്രിസ്റ്റലൈൻ സ്വഭാവം കാണിക്കുന്നതായിരിക്കും. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കൂടുതലായിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഉരുകുന്ന ടെമ്പറേച്ചർ. ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ തിളയ്ക്കുന്ന ടെമ്പറേച്ചർ. ഇതെല്ലാം വളരെ കൂടുതലായിരിക്കും. അത് മാത്രമല്ല, ഇവരെല്ലാം നോൺ വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ. നോൺ വോളറ്റൈൽ, ഇപ്പൊ കർപ്പൂരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ കർപ്പൂരം എന്ത് ചെയ്തു പോകും? ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ആവിയായിട്ട് അങ്ങ് പോകും. അങ്ങനെയുള്ള വസ്തുക്കളെ വോളറ്റൈൽ എന്നാണ് വിളിക്കുന്നത്. വോളറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചൂടാക്കാതെ തന്നെ പെട്ടെന്ന് എന്തായി പോകും? വേപ്പറൈസ് ചെയ്ത് പോകുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോളറ്റൈൽ, അല്ലെങ്കിൽ സബ്ലൈമബിൾ എന്നും പറയാം. അപ്പോൾ നോൺ വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഒരു കാരണവശാലും പെട്ടെന്നൊന്നും എന്ത് ചെയ്ത് പോകത്തില്ല, വേപ്പറൈസ് ചെയ്ത് പോകത്തില്ല. അങ്ങനത്തെ വസ്തുക്കളാണ് എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പ്രോപ്പർട്ടീസും ഏത് സോളിഡിന്റെ പ്രത്യേകതയാണ്? അയണിക് ഹൈഡ്രൈഡുകളുടെ, അല്ലെങ്കിൽ സാൾട്ടിലേക്ക് ഹൈഡ്രൈഡുകളുടെ, അല്ലെങ്കിൽ സലൈൻ ഹൈഡ്രൈഡുകളുടെ പ്രത്യേകതയാണ്. ക്ലിയർ ആണ്? ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് കോമ്പൗണ്ട്സിനെ പറ്റി നോക്കാം. രണ്ടാമത്തെ ഹൈഡ്രൈഡുകളുടെ പേരെന്താണ്? രണ്ടാമത്തെ ഹൈഡ്രൈഡ് ആണ് എന്തെന്ന് പറയുന്നത്? കോവാലന്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്. കോവാലന്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ്. എന്താണ് കോവാലന്റ് ഹൈഡ്രൈഡ് അല്ലെങ്കിൽ മോളിക്കുലാർ ഹൈഡ്രൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി ബ്ലോക്കിലെ എലമെന്റുകൾ ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് എന്ന് പറയുന്നത് മോളിക്കുലാർ ഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. മോളിക്കുലാർ ഹൈഡ്രൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പി ബ്ലോക്കിലെ എലമെന്റുകളും ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ആണ് മോളിക്കുലാർ ഹൈഡ്രൈഡുകൾ. പി ബ്ലോക്കിലെ എലമെന്റുകൾ എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെയുള്ള ഗ്രൂപ്പാണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റുകളാണ് പി ബ്ലോക്കിലെ എലമെന്റുകൾ. ഈ 13 മുതൽ 18 വരെയുള്ള എലമെന്റുകൾ ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രൈഡുകളാണ് ഏത് ഹൈഡ്രൈഡുകൾ? മോളിക്കുലാർ ഹൈഡ്രൈഡുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി മോളിക്കുലാർ ഹൈഡ്രൈഡുകളുടെ പ്രത്യേകതകൾ. മോളിക്കുലാർ ഹൈഡ്രൈഡിനെ പിന്നെയും നമുക്ക് 3 ആയിട്ട് തിരിക്കാം. മോളിക്കുലാർ ഹൈഡ്രൈഡിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രൈഡ്. 2, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. 3, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്സ്.
സോ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് ഓർ കോവാലന്റ് ഹൈഡ്രേറ്റ്. എന്തുകൊണ്ട് ഇവയെ കോവാലന്റ് ഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നത്? കാരണം ഇവയിൽ എല്ലാം ഉള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് ഏത് ബോണ്ടിങ് ആണ്? കോവാലന്റ് ബോണ്ടിങ് ആണ്. മോളിക്കുലാർ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കോവാലന്റ് ഹൈഡ്രേറ്റുകളെ മൂന്നായി തിരിക്കാം. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്സ്, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിരിക്കില്ല. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കാണും. ഇലക്ട്രോൺ ആവശ്യത്തിന് ഇലക്ട്രോൺസ് ആ മോളിക്യൂളിൽ ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഹൈഡ്രേറ്റുകളാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളും ഹൈഡ്രജനുമായി ചേരുന്ന കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ്സ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളും ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റുകൾ. ഫോർ എക്സാമ്പിൾ 13ാമത്തെ ഗ്രൂപ്പിലെ ഒരു എലമെന്റ് ആണ് ബോറോൺ. ബോറോൺ ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് B2H6, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈബൊറൈൻ. Diboroin is an example of electron deficient hydrate. It is also an example of Lewis acid. അപ്പോൾ എന്താണ് ലൂയിസ് ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂയിസ് ആസിഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഇലക്ട്രോണുകൾ വാങ്ങിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലൂയിസ് ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളും ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റുകൾ. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഹൈഡ്രേറ്റുകൾക്ക് എക്സാമ്പിൾ ആണ് B2H6 അല്ലെങ്കിൽ ഡൈബൊറൈൻ എന്ന് പറയുന്നത്. ദേ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ലൂയിസ് ആസിഡ്സ്. ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? ബിക്കോസ് they are electron deficient in nature. They accept electron when take part in chemical reaction. അവര് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ എന്ത് ചെയ്യും? വാങ്ങിക്കും. ഇനി 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളും ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ്. 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് എന്ന് പറയുമ്പോൾ കാർബൺ വരാം, സിലിക്കൺ വരാം, ജെർമേനിയം ഒക്കെ വരാം അല്ലെ. അപ്പൊ കാർബൺ ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് CH4. സിലിക്കൺ ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട് SiH4. SiH4 is called silane. CH4 is called methane. ഓക്കെ, അപ്പോ ഇങ്ങനെ അപ്പോൾ എന്താണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിരിക്കും. ദേ ഹാവ് എ കംപ്ലീറ്റഡ് ഒക്ടറ്റ്. ഇപ്പോ CH4ന്റെ സ്ട്രക്ചർ തന്നെ വരയ്ക്കുമ്പോൾ CH ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. നോക്കിയേ, കാർബണിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 2, 4, ഒരു ബോണ്ട് നോക്കുമ്പോൾ 2 ഇലക്ട്രോൺ, 2, 4, 6, 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. അപ്പൊ ഇലക്ട്രോൺ പ്രിസൈസ് മീൻസ് ദേ ഹാവ് ദ കംപ്ലീറ്റഡ് ഒക്ടറ്റ്. ഇനി 15ാമത്തെയും 16ാമത്തെയും 17ാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റുകൾ ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റുകൾ എന്ന് വിളിക്കുന്നു. കാരണം എന്തായിരിക്കും? അവയിൽ ഇലക്ട്രോൺ എക്സസ് ആയിട്ടുണ്ടാവും. ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാം, കംപ്ലീറ്റ് ആവാതിരിക്കാം, പക്ഷേ ദേ ഹാവ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദെയർ സ്ട്രക്ചർ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദെയർ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ എക്സസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് പറയാം ദേ ഹാവ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ലോൺ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കുമ്പോൾ വാട്ടറിന്റെ സ്ട്രക്ചർ തന്നെ വരയ്ക്കുമ്പോൾ വാട്ടറിൽ 2 ലോൺ പെയറുകൾ, 2 ഓർബിറ്റലുകളിലായിട്ട് 2 പെയർ ഇലക്ട്രോൺസ് ചുമ്മാ ഇരിപ്പുണ്ട്. അതായത് ഈ ഇലക്ട്രോൺ പെയറുകൾ ഒരു കാരണവശാലും റിയാക്ഷൻ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺ പെയറുകളാണ്. ചുമ്മാ ഇരിക്കുന്ന ഇലക്ട്രോൺ പെയറുകളാണ് നമ്മൾ ലോൺ പെയറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലോൺ പെയറുകൾ ഉണ്ടെങ്കിൽ, ഇലക്ട്രോൺ പെയറുകൾ ചുമ്മാതെ ഇരിപ്പുണ്ടെങ്കിൽ അത് ഏത് ഹൈഡ്രേറ്റുകളാണ്? ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റുകളാണ്. അപ്പൊ 15, 16, 17 ഗ്രൂപ്പിലെ എലമെന്റുകൾ ഹൈഡ്രജനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റുകൾ. ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റുകളിൽ എന്തുണ്ടാവും? ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഉണ്ടാകും. They will act as a Lewis base when take part in chemical reaction. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അവർ ഇലക്ട്രോണുകളെ കളയും, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ ലോസ് ചെയ്യും. ആൾക്കാർക്ക് വേറെയുള്ള മോളിക്യൂളുകൾക്ക് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൂയിസ് ബേസുകൾ എന്ന് വിളിക്കുന്നത്. ലൂയിസ് ബേസസ് ആർ സബ്സ്റ്റൻസസ് which are capable of donating electron when they take part in chemical reaction. അപ്പോ ലോൺ പെയറുകളായ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള മോളിക്യൂളുകളെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള മോളിക്യൂളുകൾ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. അത്തരം കോമ്പൗണ്ടുകളെ ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് വാട്ടറിൽ 2 ലോൺ പെയർ ഉണ്ട്. അമോണിയയുടെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ NH ഒരു ലോൺ പെയർ ഉണ്ട് അല്ലെ. വാട്ടർ, അമോണിയ, HF, HCl ഇതെല്ലാം ഏതിൽ വരുന്നതാണ്?
ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. ക്ലിയർ ആണ്? അപ്പൊ ഇത് ഈ മോളിക്കുലാർ ഹൈഡ്രേറ്റ് എന്തുകൊണ്ടാണ് ഇവയെല്ലാം മോളിക്കുലാർ ഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇവയെല്ലാം മോളിക്കുലാർ, ഈ 3 കാറ്റഗറി ഓഫ് കോമ്പൗണ്ട്സിനെ നമ്മൾ മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. വൈ? ബിക്കോസ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ അവ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിളുകൾ, കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ, അതായത് നിങ്ങൾ ഡൈബൊറൈൻ എന്ന് പറയുന്ന ഒരു വസ്തു നിങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ഡൈബൊറൈന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് B2H6ന്റെ മോളിക്യൂളുകളാണ്. ഇനി മീഥൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. മീഥൈൻ ഈസ് കമ്പോസ്ഡ് ഓഫ് CH4 മോളിക്യൂൾസ്. സിലൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. സിലൈൻ ഈസ് കമ്പോസ്ഡ് ഓഫ് SiH4 മോളിക്യൂൾസ്. വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്തു വെച്ചിരിക്കുന്നു. വാട്ടർ ഈസ് കമ്പോസ്ഡ് ഓഫ് H2O മോളിക്യൂൾസ്. അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്തു വെച്ചിരിക്കുന്നു. അമോണിയ ഈസ് കമ്പോസ്ഡ് ഓഫ് NH3 മോളിക്യൂൾസ്. HF എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്തു വെച്ചിരിക്കുന്നു. HF ഈസ് കമ്പോസ്ഡ് ഓഫ് HF മോളിക്യൂൾസ്. That means the constituent particles are molecules. മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയി വരുന്നതെങ്കിൽ, ഒരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്ന എന്തുകൊണ്ടോ അതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ മോളിക്യൂളുകളാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് മോളിക്കുലാർ ഹൈഡ്രേറ്റ്. അപ്പോൾ കോവാലന്റ് ബോണ്ട് ഉള്ളത് കൊണ്ട് ഇതിനെ കോവാലന്റ് ഹൈഡ്രേറ്റ് എന്ന് വിളിക്കുന്നു. ഇനി മോളിക്യൂളുകളാണ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിളുകളായി വരുന്നത് കൊണ്ട് ഇവയെ നമ്മൾ എന്തെന്ന് വിളിക്കാം? മോളിക്കുലാർ ഹൈഡ്രേറ്റ് എന്ന് വിളിക്കാം. ആൾസോ ദീസ് മോളിക്കുലാർ ഹൈഡ്രേറ്റ്സ് ഈ 3 കോമ്പൗണ്ടുകളും ഹൈലി വോളറ്റൈൽ ആണ്. മിക്കവാറുമുള്ള ഈ എല്ലാ കോമ്പൗണ്ടുകളും ഏത് സ്റ്റേറ്റിൽ നിൽക്കാൻ ശ്രമിക്കും? വോളറ്റൈൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഗ്യാസ് ആയി പോകുന്നതെന്നല്ലേ. അപ്പൊ മിക്കവാറുമുള്ള ഈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്, ഇലക്ട്രോൺ പ്രിസൈസ്, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രേറ്റുകൾ എല്ലാം കാണപ്പെടുന്നത് ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും. സ്വതന്ത്രമായി കാണപ്പെടുന്നത് ഗ്യാസ് സ്റ്റേറ്റിലാവാം, എക്സെപ്ഷനുകളുമുണ്ട്. ഓക്കെ, അപ്പൊ വാട്ടർ എന്ന് പറയുന്നത് ഒരു മോളിക്കുലാർ ഹൈഡ്രേറ്റ് ആണ്. പക്ഷെ ഇത് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഒന്നുമല്ല. കാരണം വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. വാട്ടർ എന്ന് പറയുന്ന സാധനം ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് എന്ന് അത് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഇപ്പോ ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം, ഓക്സിജൻ, സൾഫർ, സെലനിയം, ടെലൂറിയം എന്ന് പറഞ്ഞു പോവാം. ഓക്സിജന്റെ ഹൈഡ്രേറ്റ് ആണ് വാട്ടർ. സൾഫറിന്റെ ഹൈഡ്രേറ്റ് ആണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഈ ഓക്സിജനും സൾഫറും ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ അവയുടെ സ്വഭാവങ്ങളും ഒരേപോലെ ആയിരിക്കണം എന്നല്ലേ പറയേണ്ടത്? ഇപ്പൊ ഓക്സിജന്റെ സ്വഭാവം തന്നെ ആയിരിക്കണം സൾഫറിന്റെ സ്വഭാവം. പക്ഷേ സൾഫർ ഹൈഡ്രജനുമായി ചേർന്നുണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റിലും, ഓക്സിജൻ ഹൈഡ്രജനുമായി ചേർന്നുണ്ടാകുന്ന വാട്ടർ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലുമാണ്? ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്. അപ്പോൾ മോളിക്കുലാർ ഹൈഡ്രേറ്റുകൾ എല്ലാം നമുക്ക് വോളറ്റൈൽ ആണ് എന്ന് പറയാനൊന്നും കഴിയത്തില്ല. എന്താണ്? വാട്ടർ ഈസ് എൻ എക്സെപ്ഷൻ. വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഏതിലാണ് നിൽക്കുന്നത്? നോർമൽ ടെമ്പറേച്ചറിൽ ഇറ്റ് വിൽ എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് എ ലിക്വിഡ്. അത് ഏതിന്റെ ഫോമിലാണ് നിൽക്കുന്നത്? ലിക്വിഡിന്റെ ഫോമിലാണ് നിൽക്കുന്നത്. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, വാട്ടർ ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ബട്ട് H2S ഇൻ ദ ഗ്യാസ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്സിജനും സൾഫർ ഒരേ ഗ്രൂപ്പിലെ ആൾക്കാരാണ്. അപ്പൊ ഓക്സിജനും സൾഫർ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കണം. പക്ഷേ സൾഫർ ഹൈഡ്രജനുമായി ചേർന്നുണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റേറ്റിലും, ഓക്സിജൻ ഹൈഡ്രജനുമായി ചേർന്നുണ്ടാകുന്ന വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ റീസൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഉത്തരം എത്രമാത്രം? വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന വാട്ടർ മോളിക്യൂളുകൾ കൊണ്ടാണ്. OH. ഇത് വേറൊരു വാട്ടർ മോളിക്യൂൾ അടുത്തിരിക്കുന്ന സമയത്ത് ഒന്നിലെ ഓയും അടുത്തതിലെ H തമ്മിൽ എന്ത് വരാം? ഹൈഡ്രജൻ ബോണ്ട് വരാം. ഹൈഡ്രജൻ ബോണ്ട് വരികയാണെങ്കിൽ മോളിക്യൂളുകൾ ചേർന്നിരിക്കും. എന്താണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്? ഒന്നിലെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും വേറൊരെണ്ണത്തിലെ ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഓക്സിജൻ എന്ന് പറയുന്ന ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് വേറൊരു വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട്, ഹൈഡ്രജൻ വഴിയുള്ള ബോണ്ടിനെ എല്ലാം നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ വാട്ടർ മോളിക്യൂൾക്കിടയിലുള്ള ഈ ഹൈഡ്രജൻ ബോണ്ടിനെ നമുക്ക് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കാം. ഓർത്തു വെച്ചോളൂ, വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ വാട്ടർ എന്തുകൊണ്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറിനകത്ത് വാട്ടർ മോളിക്യൂളുകൾക്കിടയിൽ അവർ ചേർന്ന് നിൽക്കും. കാരണം എന്താണ്? ആ വാട്ടർ മോളിക്യൂളുകൾക്കിടയിൽ ഏത് ബോണ്ടുണ്ട്? ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടുണ്ട്. സോ there exists intermolecular hydrogen bonds between oxygen and hydrogen of nearby water molecules. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എവിടെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദേ വിൽ ബി എക്സിസ്റ്റിംഗ് ആസ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. അവർ ഏത് അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്.
ഓർത്തിരിക്കുക. കാരണം നമുക്കറിയാം ഗ്യാസിലാണെങ്കിൽ മോളിക്യൂൾസ് ദൂരെയാണ് ഇരിക്കുന്നത്. 8ാം ക്ലാസ് വരെ നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ ലിക്വിഡിലാണെങ്കിൽ പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കണം. പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കണമെങ്കിൽ അവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവണം. അപ്പൊ വാട്ടർ മോളിക്യൂൾസിനിടയിൽ ഒരു എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഏത് ഹൈഡ്രജൻ ബോണ്ടാണുള്ളത്? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. സോ വാട്ടർ ഈസ് എക്സിസ്റ്റിംഗ് ആസ് ഇൻ ദ ലിക്വിഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ബട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് എ ഗ്യാസ് because there exists no hydrogen bond between hydrogen sulfide molecule. ഹൈഡ്രജൻ സൾഫൈഡിന് മോളിക്യൂളുകൾക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മോളിക്കുലർ ഹൈഡ്രൈഡുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഹൈഡ്രൈഡ്സിന് നമ്മൾ വിളിക്കുന്ന പേര് മെറ്റാലിക് ഹൈഡ്രൈഡുകൾ എന്ന്. ഈ മെറ്റാലിക് ഹൈഡ്രൈഡ് എന്താണ്? മെറ്റാലിക് ഹൈഡ്രൈഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ മെറ്റാലിക് ഹൈഡ്രൈഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രം. മെറ്റാലിക് ഹൈഡ്രൈഡുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഡി ബ്ലോക്കിലെയും എഫ് ബ്ലോക്കിലെയും എലമെന്റുകൾ ഹൈഡ്രജനുമായി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ് എന്ന് പറയുന്നത് മെറ്റാലിക് ഹൈഡ്രൈഡ്. ഡി ബ്ലോക്കിലെയും എഫ് ബ്ലോക്കിലെയും മെറ്റൽസ്, ഡി ആൻഡ് എഫ് ബ്ലോക്കിലെ മെറ്റൽസ് ഹൈഡ്രജനുമായി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ മെറ്റാലിക് ഹൈഡ്രൈഡുകൾ എന്ന് വിളിക്കുന്നു. മെറ്റാലിക് ഹൈഡ്രൈഡുകൾക്ക് എന്തുകൊണ്ട് ഇവയെ മെറ്റാലിക് ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നു? കാരണം ഡി ബ്ലോക്കിലെ എല്ലാ ആൾക്കാരും മെറ്റൽസ് ആണ്, എഫ് ബ്ലോക്കിലെ എല്ലാ ആൾക്കാരും മെറ്റൽസ് ആണ്. അപ്പൊ മെറ്റൽസ് ആണ് ഹൈഡ്രജനുമായി ചേരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവയെ മെറ്റാലിക് ഹൈഡ്രൈഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. LaH2.87 ഒരു മെറ്റാലിക് ഹൈഡ്രൈഡിന്റെ എക്സാമ്പിൾ ആണ്, ലന്താനം ഹൈഡ്രൈഡ്. ഇനി YbH2.55, അടുത്തത് TiH 1.5 to 1.8, അടുത്തത് ZrH 1.3 to 1.75. ഇതെല്ലാം ഏത് ഹൈഡ്രൈഡ്സ് ആണ്? മെറ്റാലിക് ഹൈഡ്രൈഡ്. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചേ, നേരത്തെ എഴുതിയ കോമ്പൗണ്ടുകളിൽ നിന്നും ഇപ്പോൾ എഴുതിയ കോമ്പൗണ്ടുകൾക്ക് ഒരു വ്യത്യാസമുണ്ട്, ഒരു ഫോർമുലയിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഇവിടെ പോയിന്റ് സംഖ്യകളൊക്കെ വന്നിരിക്കുന്നു. കണ്ടോ? കറക്റ്റ് ഒരു എണ്ണം നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടോ? നേരത്തെയാണ് നമ്മൾ പറഞ്ഞു കാൽഷ്യം ഹൈഡ്രൈഡ്, കാൽഷ്യം 1 ഹൈഡ്രജൻ 2, കാൽഷ്യവും ഹൈഡ്രജനും 1:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ചേർന്നാലേ കാൽഷ്യം ഹൈഡ്രൈഡ് ആവത്തുള്ളൂ. സോഡിയം ഹൈഡ്രൈഡ്, സോഡിയവും ഹൈഡ്രജനും 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ചേർന്നാലേ സോഡിയം ഹൈഡ്രൈഡ് ആവത്തുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? ഒരു വ്യക്തമായ റേഷ്യോ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഒരു ഹൈഡ്രജന് കറക്റ്റ് ഒരു എണ്ണം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഹൈഡ്രജൻ ഇവിടെ 2 ഉണ്ടോ? ഇല്ല. ഹൈഡ്രജൻ ഇവിടെ 3 ഉണ്ടോ? ഇല്ല. ഹൈഡ്രജന്റെ അളവ് ഇവിടെ എത്രയാണ്? ഒരു ലന്താനത്തിന് സ്വന്തമായിട്ടുള്ള ഹൈഡ്രജന്റെ അളവ് എന്ന് പറയുന്നത് 2.87 പാർട്ട്, ഹൈഡ്രജന്റെ 2.87 പാർട്ട് മാത്രമാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു കറക്റ്റ് ഒരു വ്യക്തമായ ഒരു ഹോൾ നമ്പർ റേഷ്യോ ആറ്റങ്ങൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഹൈഡ്രൈഡുകളെ നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നു. സോ മെറ്റാലിക് ഹൈഡ്രൈഡുകളെ നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ് എന്ന് വിളിക്കാൻ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോളുക. there exists no particular whole number ratio between atoms within a molecule. ഒരു മോളിക്യൂളിനുള്ളിൽ ആറ്റങ്ങളുടെ ഇടയിൽ വ്യക്തമായ ഒരു റേഷ്യോ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും these are called non stoichiometric hydrides എന്ന് പറയാൻ കഴിയും. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ലന്താനം ഹൈഡ്രൈഡ് LaH2.87 എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലന്താനത്തിന്റെ ഒരു മെറ്റൽ നിങ്ങൾ എടുക്കുക. ലന്താനത്തിന്റെ ഒരു മെറ്റൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ലന്താനത്തിന്റെ ആറ്റങ്ങൾ ഉണ്ടാവും. അതിനിടയിലുള്ള സ്പേസുകളിൽ ഹൈഡ്രജൻ കയറിയിരിക്കാം. അതിനിടയിലുള്ള സ്പേസുകളിൽ ഹൈഡ്രജൻ കയറിയിരിക്കാം. ഇങ്ങനെ ഇടയിലുള്ള സ്പേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ വോയിഡുകൾ എന്നൊക്കെ പറയും. ഒരു ക്രിസ്റ്റലിനുള്ളിൽ, ഒരു സോളിഡിനുള്ളിൽ. ഇതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങൾ അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വിശദമായി പഠിക്കും. ഓക്കെ. അപ്പൊ ഒരു മെറ്റലിനുള്ളിലെ വേക്കന്റ് സ്പേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലെങ്കിൽ വോയിഡ് എന്ന് വിളിക്കുക. ആ സ്ഥലങ്ങളിൽ, വേക്കന്റ് ആയിട്ടുള്ള സ്പേസുകളിൽ, ആ സ്ഥലങ്ങളിലാണ് ആര് കയറിയിരിക്കുന്നത്? ഹൈഡ്രജൻ കയറിയിരുന്നാണ്, ഹൈഡ്രജൻ എൻട്രാപ്പ് ചെയ്യപ്പെട്ടാണ് ഈ ഹൈഡ്രൈഡുകൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ദീസ് കോമ്പൗണ്ട്സ് ആർ അതർവൈസ് കാൾഡ് ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. ഈ കോമ്പൗണ്ട്സ്
കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രേറ്റ്സ് എന്ന് പറയും. ഓർത്തു വെച്ചിരിക്കുക, വേക്കന്റ് സ്പേസുകളിൽ, മെറ്റലിനുള്ളിലെ വേക്കന്റ് സ്പേസുകളിൽ ആറ്റങ്ങൾ ഒക്കുപ്പൈ ചെയ്താണ് എന്തുണ്ടായിരിക്കുന്നത്? ഈ ഹൈഡ്രൈഡുകൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡുകൾ എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? അപ്പൊ മൂന്നാമത്തെ കാറ്റഗറി ഓഫ് കോമ്പൗണ്ടിന് 3 പേരുകളുണ്ട്: മെറ്റാലിക് ഹൈഡ്രൈഡ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ്, ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്. ഇവിടെ നോക്കുക, ഇതില് ഈ ഒരു മെറ്റൽ അല്ലെങ്കിൽ ലെന്താനം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമുക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിർക്കോണി ഹൈഡ്രൈഡ്, ടൈറ്റാനിയം ഹൈഡ്രൈഡ്, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളൊക്കെ നമുക്ക് ഈ ഇത്തരം ഹൈഡ്രൈഡുകളെ വി ക്യാൻ യൂസ് ദീസ് കോമ്പൗണ്ട്സ് ഫോർ ആസ് എ ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റ്. ആസ് എ ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റ്. എന്താണ് ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ, ഹൈഡ്രോജനേഷന് സഹായിക്കുന്ന കാറ്റലിസ്റ്റിനെയാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോജനേഷന് സഹായിക്കുന്ന കാറ്റലിസ്റ്റുകളെ നമ്മൾ ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ഇപ്പോ ഹൈഡ്രോജനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രോസസ് ഓഫ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഇസ് കാൾഡ് ഹൈഡ്രോജനേഷൻ. ദ പ്രോസസ് ഓഫ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഇസ് കാൾഡ് ഹൈഡ്രോജനേഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിലേക്ക്, ഇതാ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, CH2 ഡബിൾ ബോണ്ട് CH2, ഇതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ദാറ്റ് കാറ്റലിസ്റ്റ് വിൽ ബി ഈ കോമ്പൗണ്ട് ഏതാണ്? നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രൈഡ് നമ്മൾ വയ്ക്കുന്നു. ഈ ഹൈഡ്രജൻ കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ് എടുത്തിടുന്നു. നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡിനുള്ളിൽ ആൾറെഡി എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ ഇവിടെ വന്ന് എന്ത് ചെയ്യും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് HU അപ്പുറം ഇപ്പുറം ആയിട്ട് വന്ന് കയറും. ദാറ്റ് ഈസ് CH2 H കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? CH3 സിംഗിൾ ബോണ്ട്. CH2 H കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? CH3. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഹൈഡ്രോജനേഷൻ. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട്. അതിൽ ഹൈഡ്രോജനേഷൻ എന്താണെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ആ ഒരു സെഷൻ, ആ വീഡിയോ സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി കാണുക. ഈ ഫോക്കസ് ഏരിയയുടെ എല്ലാ പോയിന്റുകളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലെ വീഡിയോ സെഷൻസ് ചെയ്യുന്നത്. എല്ലാ പോയിന്റും വിത്ത് ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ്, എല്ലാ പോയിന്റുകളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ സെഷനുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളത് ഉപയോഗപ്രദമായ രീതിയിൽ എന്താണ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് അത് കൈമാറുക. ആവശ്യമുള്ളവര് ആ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക. ആവശ്യമുള്ളവർ മാത്രം കാണുക. ഓക്കെ? കാരണം ഒരുപാട് ചാനലുകൾ ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ചെയ്ത് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് ചെയ്തിടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ക്ലാസ്സുകൾ മാത്രം കാണുക. ഓക്കെ? ഇപ്പൊ ഈ ക്ലാസ്സുകളൊന്നും താല്പര്യമില്ല എങ്കിൽ കാണണ്ട. പറഞ്ഞ മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. മാക്സിമം ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. രാവിലെയും രാത്രിയും ഒരു ദിവസം 2 ക്ലാസ്സുകൾ വെച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും 2 ക്ലാസ്സുകൾ വെച്ച്, രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും വെച്ചിട്ട് 2 ചെറിയ ക്ലാസ്സുകൾ വെച്ച് എല്ലാ ദിവസങ്ങളിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ അത് ഉപയോഗപ്രദമായ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ? ഇനി അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതിന് പകരം ഞാനൊരു നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രജൻ എടുത്തിട്ട് കൊടുത്തു. അതിനകത്ത് ആൾറെഡി ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അപ്പുറം ഇപ്പുറമായിട്ട് വന്ന് കയറും. CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. അതായത് നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക, ആൽക്കീനിനെ ഹൈഡ്രോജനേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഹൈഡ്രൈഡുകളെ ഉപയോഗപ്പെടുത്തി. ഏത് ഹൈഡ്രൈഡുകളെ ഉപയോഗപ്പെടുത്തി? നമ്മളെ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡുകളെ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് നമുക്ക് പറയാം ദീസ് ആർ ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റ്. ഇവര് എന്തിന് സഹായിക്കുന്ന കാറ്റലിസ്റ്റ് ആണ്? ഈ ഒരു ഈഥൈനിലേക്ക് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് HO വന്ന് കയറൂലേ, ആ പ്രോസസ്സിനെ നമ്മൾ ഈഥീനിലേക്ക് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജനും അപ്പുറം വന്ന് കയറില്ലേ, ആ പ്രോസസ്സാണ് ഹൈഡ്രോജനേഷൻ. ഹൈഡ്രോജനേഷന് സഹായിക്കുന്ന കാറ്റലിസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോജനേഷൻ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ നോൺ സ്റ്റോഷിയോമെട്രിക് ഹൈഡ്രൈഡ് ഓർ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻസ് ഓർ ആൽക്കൈൻസ്. ആൽക്കൈൻസിന് ചെയ്യാൻ പറ്റും. CH ട്രിപ്പിൾ ബോണ്ട് CH, ഈ കാറ്റലിസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ആദ്യം കാറ്റലിസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ട് എടുത്തിട്ട് കൊടുക്കുക. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇപ്പുറം എന്തോന്ന് ചേരും? HO എന്ന് ചേരും. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 ആവും. പിന്നെ ഈ കാറ്റലിസ്റ്റ് വന്ന് പ്രവർത്തിക്കുന്നു വിചാരിക്കുക. കാറ്റലിസ്റ്റിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ ഇതിലേക്ക് കൊടുക്കും. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. HO വന്ന് ചേരും. അപ്പൊ CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി ഡി ബ്ലോക്കും ഞാൻ പറഞ്ഞല്ലോ, ഡി ബ്ലോക്ക് F ബ്ലോക്ക് എലമെന്റുകളെയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ എല്ലാ ഡി ബ്ലോക്ക് F ബ്ലോക്ക് എലമെന്റുകളെയും നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ് എന്ന് വിളിക്കാറില്ല. 7, 8, 9 ഗ്രൂപ്പിലുള്ള ഇത്
ഡി ബ്ലോക്കിൽ വരുന്നതാണ്. ഡി ബ്ലോക്ക് എന്ന് വെച്ചാൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. അതിലെ ഒരു 7, 8, 9 ഗ്രൂപ്പിലെ എലമെന്റുകൾ ഒരു കാരണവശാലും 7ാമത്തെയും 8ാമത്തെയും 9ാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റുകൾ ഒരു കാരണവശാലും ഹൈഡ്രൈഡുകൾ ഉണ്ടാക്കില്ല. സോ 7, 8, 9 ഗ്രൂപ്പിലെ എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ് ഗ്യാപ്പ്. കാരണം 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇതിലെ ഈ 3 ഗ്രൂപ്പ് മാത്രം ഹൈഡ്രൈഡ് ഉണ്ടാക്കില്ല, ബാക്കി എല്ലാ ഗ്രൂപ്പിലെ എലമെന്റുകൾ എന്തുണ്ടാക്കും? ഹൈഡ്രൈഡ് ഉണ്ടാക്കും. സോ ഇവിടെ ഒരു ഗ്യാപ്പ്, ഹൈഡ്രൈഡുകളുടെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ഹൈഡ്രൈഡ് ഉണ്ടാക്കാത്ത എലമെന്റുകൾ പ്രസന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഹൈഡ്രൈഡ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഹൈഡ്രൈഡിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ വേറൊരു സെഷനുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ലെക്ചറിൽ കാണുന്നുണ്ട്. അതുവരെ ബൈ.